ഞാൻ ഈ പറയുന്നതിന്റെ ആദ്യം മാത്രം കേട്ടുകൊണ്ട് കമന്റിൽ വന്നിട്ട് തെറി വിളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വെറും ചാണകങ്ങളായി മാറരുത്. മുഴുവനായിട്ട് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ചെയ്യുക. നമുക്ക് ചാണകം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ അതുപോലെ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ഹാലടകാനും മാത്രം എന്താണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും പൊതിച്ചോറ് കഴിക്കാറുണ്ട്. എനിക്ക് പൊതിച്ചോറ് ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറിലേക്ക് എന്റെ വീട്ടിൽ നിന്നും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ താഴെ കാണുന്ന ഈ ഫോട്ടോ ഒന്ന് കണ്ടിട്ട് ഇതിലെ ഈ പൊതിച്ചോറ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര കുരു പൊട്ടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നൊന്ന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. സാക്ഷര കേരളമാണ്, സാക്ഷരതയിൽ മുറ്റി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ബോധം എന്ന് പറയുന്നത് ലേശം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് ഇതിന്റെ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഞാൻ കേരളക്കരയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് പറയുന്നില്ല, ചില അടിമ പൊട്ടന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫോട്ടോയില് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ചെക്കൂസ് തട്ടുകട എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും വേണ്ട, ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജീവ് ചെക്കു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയുടെ പേരിൽ തന്നെ ഈ കടയുടെ പേരുണ്ട്. അയാളുടെ പ്രൊഫൈലിലേക്കൊന്നും കയറി നോക്കിയിട്ടെങ്കിലും കമന്റ് ചെയ്യാനുള്ള ഒരു മര്യാദ ഉണ്ടാവണ്ടേ. പൊതിച്ചോർ റെഡിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് താഴെ വന്ന കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവര് സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ ചിരി അടക്കാൻ പറ്റത്തില്ല. അവര് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ കാര്യം അറിഞ്ഞവൻ അത് വായിച്ചു കഴിഞ്ഞാൽ ചിരിയെ വരത്തുള്ളൂ. ഒരു പാവം പിടിച്ചവൻ തട്ടുകട നടത്തി അവിടെ പൊതിച്ചോറ് വിൽക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന സൈബർ സഖാക്കൾ. എല്ലാ സഖാക്കന്മാരും ഇങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് കമന്റ് ഇട്ട ചില പൊട്ട സഖാക്കന്മാര് അവർക്ക് കുരു പൊട്ടിയത്. എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, പാർട്ടിനെ പറയിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊന്നും വന്ന് ഒരു പോസ്റ്റിലും വന്നൊരു കമന്റ് ഇടരുത്. പൊതിച്ചോറെന്നും പറയുന്നതും വിശപ്പെന്ന് പറയുന്നതും ഭക്ഷണം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന വികാരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം കമന്റ് ചെയ്യാനായിട്ട്.